വെൽക്കം ബാക്ക് ടു ലേണിനോ KTU BTech 2024. ഈ വർഷം ഗ്രൂപ്പ് ബി കോഴ്സുകൾ ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. സോ ഗ്രൂപ്പ് ബി കോഴ്സുകളിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗ്രൂപ്പ് ബി ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് ആദ്യം നോക്കാം. അതിനുശേഷം അതിലെ സബ്ജക്ട്സ് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഈ വർഷം ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് നമ്മൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രൊസീജിയർ, അതുപോലെ തന്നെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ്, എക്സാം ഓറിയന്റേഷൻ, അതുപോലെ തന്നെ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആണ്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സയൻസ് ആണ്. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, പിന്നെ അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ സ്പെഷ്യലൈസേഷൻ വരുന്ന കോഴ്സുകൾ, ബയോമെഡിക്കൽ, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മൾ ഗ്രൂപ്പ് ബി കോഴ്സുകളായിട്ട് പറയുന്നത്. സോ ഇവർക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, സോ നമുക്കറിയാം ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 2 സെമിസ്റ്റർ ആണ്, ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും. അപ്പോൾ ഫസ്റ്റ് സെം നമുക്ക് ജൂലൈ ടു ഡിസംബർ ആണ് ഉണ്ടാവുക. അപ്പൊ അതിൽ എന്തായാലും നിങ്ങൾ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 days കമ്പൽസറി ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സെമ്മില് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സ്ലോട്ട്, അതേപോലെ തന്നെ കോഴ്സിന്റെ കോഡ്, നിങ്ങൾക്ക് ഓരോ കോഴ്സിനും ഒരു കോഡ് ഉണ്ടാവും. ദെൻ കോഴ്സ് ടൈറ്റിൽ നെയിം ആണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സ്ട്രക്ചർ, അതായത് ക്രെഡിറ്റ്സ് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഇത്ര ക്രെഡിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ആ ക്രെഡിറ്റ് സ്ട്രക്ചർ ആണ് അതിൽ നമുക്ക് വരുന്ന LTPR എന്ന് പറയുന്നത് ലെക്ചർ, ട്യൂട്ടോറിയൽ, പ്രാക്ടിക്കൽ, പ്രൊജക്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് പ്രൊജക്ട് ഒന്നും വരുന്നില്ല, പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. പിന്നെ SS എന്ന് പറയുന്ന സെൽഫ് സ്റ്റഡി അവേഴ്സ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ടോട്ടൽ മാർക്ക് അതിൽ നിങ്ങൾക്ക് CIA എന്നും ESE എന്നും കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്റേണലും എക്സ്റ്റേണലും ആണ്. അപ്പൊ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റിന് വരുന്ന മാർക്കാണ് ഈ CIA എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റേണൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി സ്കോർ കിട്ടേണ്ട മാർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ESE എന്ന് പറയുന്ന ഓരോ സബ്ജക്റ്റിന്റെയും ക്രെഡിറ്റ് ആണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് സെമ്മില് നമുക്ക് മാത്സ് പഠിക്കാനുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പല ഗ്രൂപ്പുകാർ, ഇപ്പൊ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ഉണ്ട്. എല്ലാവർക്കും മാത്സ് പഠിക്കാനുണ്ട്, പക്ഷെ എല്ലാവർക്കും സെയിം സിലബസ് ആയിരിക്കില്ല. ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടാണ് ഇപ്രാവശ്യം ഓരോ സബ്ജക്റ്റും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്. അപ്പൊ ഈ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കേണ്ട വരില്ല. ഒന്നില്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി. അപ്പൊ ഫസ്റ്റ് സെമ്മിൽ ഫിസിക്സ് പഠിച്ചാൽ സെക്കൻഡ് സെമ്മിലായിരിക്കും നിങ്ങൾ കെമിസ്ട്രി പഠിക്കേണ്ടത്. അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്. ഇതൊരു ഡ്രോയിങ് ടൈപ്പ് പേപ്പർ ആണ്. നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഇതിന് മുന്നൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. സോ ഒരു ഡ്രോയിങ് ടൈപ്പ് പേപ്പർ ആണ് ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ നോക്കിക്കോളൂ, ഇന്റേണൽസ് 40 ആണ് കേട്ടോ, എക്സ്റ്റേണൽസ് 60 ആണ് വരുന്നത്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സോ ഇത് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ബി കാരുടെ ഒരു കോർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്ട് ആണ്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി വരുന്ന സബ്ജക്റ്റുകളൊക്കെ വരിക. അപ്പൊ നിങ്ങളുടെ ബേസ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് 2 പാർട്ട് ആണ്. ഇതിലെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും 4 മോഡ്യൂൾ ആണ് വരുന്നത്. അപ്പൊ അതിൽ 2 മോഡ്യൂൾ ഇലക്ട്രിക്കലും 2 മോഡ്യൂൾ ഇലക്ട്രോണിക്സും ആയിട്ടായിരിക്കും ഈ ഒരു സബ്ജക്ട് വരുന്നത്. സോ അതിനനുസരിച്ച് തന്നെ മാർക്കും സ്പ്ലിറ്റ് ആവും. 40 എന്നുള്ളത് 20-20, 60 എന്നുള്ളത് 30-30 ആയിട്ട് വരും. നെക്സ്റ്റ് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. ഇത് എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഈ വർഷം പുതിയതായിട്ട് ഫസ്റ്റ് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ്. ഇതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രിയിലും പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ആണ്. ഓക്കെ, ലാബും വർക്ക്ഷോപ്പും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. പിന്നെ നെക്സ്റ്റ് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് വെൽനസ്, ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും കൂടെ വരുന്നുണ്ട്, മൂക്ക് കോഴ്സസ്. അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ത് വരുന്നില്ല, എക്സ്റ്റേണൽ എക്സാം വരുന്നില്ല. ഹെൽത്ത് ആൻഡ് വെൽനസിനും അതേപോലെ തന്നെ ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇന്റേണൽ അസസ്മെന്റ് മാത്രമായിരിക്കും, എക്സ്റ്റേണൽ എക്സാം വരില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ ലേണിംഗോയിൽ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ഇൻഡിവിജ്വൽ ട്യൂഷൻ വേണമെന്നുള്ളവർക്ക് അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇനി സെക്കൻഡ് സെം നോക്കാം.
സോ സെക്കൻഡ് സെമസ്റ്റർ ജാനുവരി ടു ജൂൺ. അപ്പൊ ഏകദേശം ഡിസംബറിലൊക്കെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഇപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് സെം കഴിഞ്ഞ് ഏകദേശം ഡിസംബറിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. പിന്നെ ജനുവരി ടു ജൂൺ ആണ് സെക്കൻഡ് സെമസ്റ്റർ പറയുന്നത്. എഗെയിൻ ഇവിടെ നമുക്ക് മാത്സ് പഠിക്കാനുണ്ട്. ഇത് S2 മാത്സ് ആണ്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ് ആണ് നിങ്ങൾ നേരത്തെ പഠിച്ചതെങ്കിൽ ഇപ്പൊ കെമിസ്ട്രി പഠിക്കണം. പിന്നെ വരുന്ന ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഫ്രം ഹാർഡ്വെയർ എസെൻഷ്യൽ ടു വെബ് ഡിസൈൻ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, പ്രോഗ്രാമിംഗ് ഇൻ സി, പിന്നെ ഒരു പ്രോഗ്രാം കോർ, ഇത്രയാണ് വരുന്നത്. അപ്പൊ നോക്കൂ, മാത്സും ഫിസിക്സും കെമിസ്ട്രിയും കൂടാതെ പിന്നെ നിങ്ങൾക്ക് ഹാർഡ്വെയർ എസെൻഷ്യൽ ടു വെബ് ഡിസൈൻ അതൊരു സബ്ജക്ട് പഠിക്കാനുണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കാനുണ്ട്, പ്രോഗ്രാമിംഗ് ഇൻ സി പഠിക്കാനുണ്ട്, പിന്നെ ഒരു പ്രോഗ്രാം ഒരു കോർ പേപ്പറും കൂടെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇതിലെല്ലാം 40-60 ആയിട്ടാണ് മാർക്ക് വരുന്നത്. ക്രെഡിറ്റ്സ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് എഞ്ചിനീയറിംഗ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് IPR. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ തരുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ് ലൈഫ് സ്കിൽ. ഇത് മറ്റേ ഫിസിക്സ് കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്ന് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ആയിട്ട് പഠിക്കേണ്ടി വരും. പിന്നെ ഒരു IT വർക്ക്ഷോപ്പ്, ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ താഴെ പറഞ്ഞിട്ടുള്ളതിനൊന്നും എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവില്ല. ഹെൽത്ത് ആൻഡ് വെൽനസ് ലൈഫ് സ്കില്ല് അതൊക്കെ എക്സ്റ്റേണൽ എക്സാം ഇല്ലാത്തതാണ്. ആദ്യം പറഞ്ഞ സബ്ജക്റ്റുകളാണ് നമുക്ക് എക്സ്റ്റേണൽ എക്സാം വരുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് IPR വരെ ഉള്ളതിനാണ് നമുക്ക് ഇന്റേണൽ അസസ്മെന്റും എക്സ്റ്റേണൽ അസസ്മെന്റും വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സെക്കൻഡ് സെമസ്റ്റർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. നമ്മൾ ട്യൂഷൻ കോഴ്സുകളിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേണിനോ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നതായിരിക്കും. താങ്ക് യു.